ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട, അധിക സമയം വേണ്ട. ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതിൻ്റെ ഇടയിലൂടെ ബാക്കി ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുക എന്നുള്ള കാര്യങ്ങളും വെജിറ്റബിൾസ് കട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾ ഈ കറി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്, തൊലിയോടുകൂടി തന്നെ. ഞാൻ ഈ ഇത്രയും വലിയ ഉരുളക്കിഴങ്ങ് 5 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഇത്രയുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള, ഒരു തക്കാളി, ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 8 അല്ലി എന്ന് പറയുമ്പോൾ വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് 8 അല്ലി എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 10-12 എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പൊടികളാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് കറി റെഡിയാക്കാനായിട്ട്. പാനിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇതിലേക്ക് നമുക്കിനി ഒരു 2 പിഞ്ച് നല്ല ജീരകം, അതായത് നമ്മുടെ ക്യുമിൻ സീഡ്സ് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇത് ചതച്ച് ചേർത്താലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള നമ്മളിതുപോലെ നീളത്തിൽ കനം കുറച്ചാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി സവോള ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 5 പച്ചമുളക് വരെ മതി. നമ്മൾ അധികം മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഒന്ന് വേഗം ട്രാൻസ്പെറൻ്റായി വരാനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ പൂരി മസാലയുടെ മസാല അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, സെയിം അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷെ നമ്മൾ പൂരി മസാലയിൽ ജീരകം, അതുപോലെ തന്നെ മല്ലിയില, തക്കാളി ഇതൊന്നും ചേർക്കില്ല. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കില്ല, മസാലപ്പൊടികളും ചേർക്കില്ല. പൂരി മസാലയുടെ ആ ഒരു കളർ ഉണ്ടാവുമെങ്കിലും കറി നേരെ വേറൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുക. ഇൻഗ്രീഡിയൻസ് കുറച്ച് മാത്രമേ അതിൽ നിന്നുള്ള ആ സെയിം ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ബാക്കിയുള്ള മസാലകളൊന്നും ചേർക്കാതെയല്ലേ നമ്മൾ പൂരി മസാല ഉണ്ടാക്കുക. നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ആ പൂരി മസാലയുടെ ലിങ്ക് കൊടുക്കാം, മസാല കറിയുടെ. ഇത് ഓവറായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളറായി പോകണമെന്നില്ല കേട്ടോ. ലൈറ്റായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരില്ല. മല്ലിയിലയാണ് ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് വയ്ക്കാം നന്നായിട്ട്.
ഉടച്ച് തന്നെ ചേർക്കണം. നമ്മൾ മുറിച്ച് ചേർത്താലോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാതെ ഉള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചാലോ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചൂടുവെള്ളം തന്നെ കറിയിലേക്ക് ചേർക്കാതെ, മിക്കവാറും നമ്മൾ എല്ലാ കറികളും ചെയ്യുമ്പോൾ പറയാറുള്ളതാണ് ചൂടുവെള്ളം തന്നെ ചേർക്കുക എന്നുള്ളത്. ചൂടുവെള്ളം ചേർക്കാതെ പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ തന്നെ മാറിപ്പോവും. അപ്പോൾ നല്ലൊരു ആ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്തതിന് നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ സവാളയും ഏകദേശം ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർക്കാം. ഒരുപാട് കളർ മാറി വന്നിട്ടില്ല, ലൈറ്റായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടേ ഉള്ളൂ സവാള. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പൊടികളുടെ എല്ലാം റോ സ്മെല്ല് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളുടെ റോ സ്മെല്ല് നന്നായി മാറി വരും. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതലായിട്ട് തോന്നുമെങ്കിലും പൊടികളും എല്ലാം ചേർത്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പകുതി തക്കാളി ചേർക്കാം. പുളി കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ 1 തക്കാളി ചേർക്കാം മുഴുവനായിട്ട്. പുളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി തക്കാളി ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചില കറികളിലാണ് പുളി വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചില കറികളിൽ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ പുളി വരുമ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി തക്കാളി ചേർക്കുന്നത്. ഇനി തക്കാളി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ചേരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കറി ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയും എല്ലാം, നമ്മുടെ പൂരിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ടേസ്റ്റാണ്. പിന്നെ പൂരിയുടെ കൂടെ നമ്മളെപ്പോഴും കഴിക്കാറുള്ളത് പൊട്ടറ്റോ മസാലയാണ്. ഇത് ആ ഒരു കറിയല്ല എന്ന് മാത്രം. ചപ്പാത്തിക്കാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ അപ്പത്തിനും കഴിക്കാം, ഇടിയപ്പത്തിനും കഴിക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന റെസിപ്പികളുടെ കൂടെയും ഡിന്നറിന് ഉണ്ടാക്കുന്ന റെസിപ്പികളുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ലാസ്റ്റ്. ഇപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് തക്കാളി മിക്സായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഇതാ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുകയാണ്. ഇനി ഉരുളക്കിഴങ്ങും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയ്ക്ക് മാത്രമേ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രേവി ആക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ വെള്ളം ചേർക്കാൻ പോവുകയാണ്. നല്ല ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ചേർക്കുക കേട്ടോ. എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അത് പോരാ, ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളം കുറവാണ്, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ ഇതിൽ. നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെള്ളം കൂടുതൽ ചേർക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലയും ഉപ്പും എല്ലാം പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കുറവായിട്ട് ചേർക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയും ഉപ്പും ഒന്നും പിടിച്ചു വരില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഒരുപാട് അങ്ങോട്ട് കുറുകണ്ട, എങ്കിലും ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ വേഗം തിളച്ച് വരും. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക്
ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വെള്ളം വറ്റിപ്പോവും. ഈ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയും ഉപ്പും ഒന്നും പിടിച്ചു വരില്ല. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ ഗ്രേവി കിടന്ന് തിളച്ചുകൊണ്ടിരുന്നോളും. ഇനിയിപ്പോൾ 3 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ നമ്മൾ കറി അടച്ചു വെച്ചിട്ട് 3 മിനിറ്റായി. നമുക്കൊന്ന് തുറക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, കറി തിക്കായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇനിയും തിക്കാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും ഗ്രേവി ഉണ്ടെങ്കിലേ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പെർഫെക്റ്റ് ആവുള്ളൂ. അധികം കുറുകി പോരുതല്ലോ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് വരുമ്പോൾ ചൂട് മാറി വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് ഇത്രയും ഗ്രേവി വെച്ചിട്ട് ഞാൻ ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് നമുക്കിനി ഒരു പിടി മല്ലിയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത്രയും ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളിനി ലാസ്റ്റ് ഒരു പൊടിയും കൂടി ചേർക്കാനുണ്ട്. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, ഓപ്ഷനിലാണ്. ഒരു മസാലയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഗരം മസാലപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. രണ്ടും ഓപ്ഷനിലാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇനി നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം കറി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. രാവിലെ ആണെങ്കിലും അത്ര വലിയ ജോലിയൊന്നുമല്ല ഈ ഒരു കറി ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡിൽ കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ ഒരു സവാളയൊക്കെ അല്ലേ കട്ട് ചെയ്യാനുള്ളൂ, അധികമൊന്നുമില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായോ, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയോ, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്, അതുപോലെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ഇതുണ്ടോ, കറി കുറുകി തുടങ്ങി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.